ശമ്പളത്തിനകത്ത് നിന്ന് 10 ലക്ഷം രൂപ എനിക്ക് തരും. പിന്നെ നീ ഓരോരോ സാധനത്തിനകത്ത് കമ്മീഷൻ, അതായത് കോസ്റ്റ്യൂമിനകത്ത് നമുക്ക് കെ ടി വേഷ്, ശരത് കുമാർ, അങ്ങനത്തെ ഒരു 5 ലക്ഷം രൂപ നീ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വേഷം തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആർട്ടിസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുമില്ല, ഒന്നുമില്ല. ചെയ്യുന്ന ഇനിയും അടുത്ത 3 പടത്തിലും നിന്നെ എടുക്കാന്നൊക്കെ പറഞ്ഞ് ഒരു നമസ്കാരം. ഇന്നലെ എൻ്റെ ഡയറക്ടറിൻ്റെ ഒരു കാര്യം പറഞ്ഞു. പഴയ ആളെ പേരും സിനിമയൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ഒരാളെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു 6 മന്തിന് മുന്നേ എന്നെ ഒരു ഡയറക്ടർ, ഒരു ഫേമസ് ഡയറക്ടർ, ഒരു സിനിമ എടുത്തു. പുള്ളിക്കാരൻ വിജയിച്ചു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ വിജയിച്ചില്ല. ആ പടം അട്ടർ ഫ്ലോപ്പായ പടം. 6 കോടിക്കോ അങ്ങനെ എടുത്ത് പിന്നെ 8 കോടി രൂപ, 10 കോടി രൂപ, 12 ആയെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ഈ സിനിമ എടുക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയാൾ ആദ്യം സംസാരിച്ച മാറ്റർ എന്താ പറയുള്ളൂ, പുള്ളിക്കാരനോട് അതിനകത്ത് പ്രൊഡ്യൂസർ ആവണം. അയാളുടെ ഫസ്റ്റ് പടമാണ്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്ന ഫുള്ളെന്ന് പറഞ്ഞാൽ, നീ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നിൻ്റെ കെയർ ഓഫ് ഫണ്ടറോ പ്രൊഡ്യൂസറെ കണക്ട് ചെയ്ത് തരാമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ റെമ്യൂണറേഷൻ ഞാൻ ഇട്ടേക്കുന്ന 50 ലക്ഷം രൂപയാണ്. ഫസ്റ്റ് പടം ആലോചിച്ച് നോക്കണം. അത് അയാളുടെ ശമ്പളം അയാൾ എത്രയും ചോദിക്കട്ടെ, അങ്ങനെ അർഹതപ്പെട്ടവരോ ഉണ്ടെങ്കിൽ അവർ കൊടുക്കട്ടെ, അവരുടെ താല്പര്യം. അപ്പം ഞാൻ പറഞ്ഞ ഫസ്റ്റ് പടമാണ്. ഇപ്പം പറഞ്ഞേക്കുന്ന അതൊന്നും ശമ്പളത്തിൻ്റെ കാര്യങ്ങളൊന്നുമല്ല. അയാൾ പറഞ്ഞേക്കുന്നത്, ഞാൻ എനിക്ക് എൻ്റെ ശമ്പളത്തിനകത്ത് നിന്ന് 10 ലക്ഷം രൂപ എനിക്ക് തരും. പിന്നെ നീ ഓരോരോ സാധനത്തിനകത്ത് കമ്മീഷൻ, അതായത് കോസ്റ്റ്യൂമിനകത്ത് നമുക്ക് കയറ്റിയിടാം, ഇത്ര രൂപ വരത്തില്ല, ഇത്ര ഇട്ടേക്കാം. പിന്നെ ഓരോരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് കമ്മീഷൻ്റെ കാര്യം. അപ്പോൾ ആ കമ്മീഷൻ വകുപ്പിൽ വെച്ച് ആ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 10-60 ലക്ഷം രൂപയുടെ കമ്മീഷനായിട്ട് എനിക്ക് ഈ പടം ഓണായി കഴിഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതെല്ലാം കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു, ഈ 60 ലക്ഷം രൂപയുടെ കമ്മീഷൻ നീ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് എത്ര? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഈ പടത്തോടെ എൻ്റെ പ്രോബ്ലംസ് എല്ലാം തീരുമെന്ന്. സത്യം പറഞ്ഞാൽ അത് അവൻ വേറെ ആരാണ്ട കയ്യിൽ നിന്ന് ക്യാൻവാസ് ചെയ്ത പടം എടുത്ത് അവൻ്റെ എല്ലാ പ്രശ്നവും ഇപ്പോൾ കഴിഞ്ഞ് അവൻ പണയം വെച്ച വീട് മുതൽ എടുത്ത്, പക്ഷെ അവൻ്റെ റെമ്യൂണറേഷൻ അല്ല പറ്റിച്ച്. അതായത് ആർട്ടിസ്റ്റിൻ്റെ പോലും അത്യാവശ്യം വലിയ എമൗണ്ട് മേടിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ആ ആർട്ടിസ്റ്റിൻ്റെ പേര് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് തന്നെ ഏകദേശം 50 ലക്ഷത്തിൽ കൂടുതൽ ഇപ്പോൾ കമ്മീഷനായിട്ട് മേടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും കമ്മീഷൻ. അതെല്ലാം കഴിഞ്ഞ് ഈ പടമൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഈ പറഞ്ഞവർ എന്നെ ഈ ഇടയ്ക്ക് കാണാൻ വന്നത്. കാണാൻ വന്നപ്പോൾ ഞാൻ നമ്മുടെ ഹിഡൻ ക്യാമറ എന്നുള്ള പടം പ്രൊഡക്ഷനിൽ നിൽക്കുവാണ്, അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിത്ത രമേശ്, ശരത് കുമാർ, അങ്ങനത്തെ ഒരു വലിയ ആർട്ടിസ്റ്റിൽ വരിക പറയുന്നില്ല, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ തോന്നുന്ന ദിവസം സുപ്രഭാതം ഞാനിപ്പോൾ എറണാകുളത്ത് വെച്ച് മീറ്റ് ചെയ്തപ്പോൾ ക്രൗൺ പ്ലാസ വെച്ച് മീറ്റ് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, പിന്നെ എനിക്ക് ഞാൻ എൻ്റെ രണ്ടാമത്തെ പടത്തിൽ വലിയൊരു ചാൻസ് തരാം, പക്ഷേ എനിക്ക് എന്തെങ്കിലും കിട്ടണം, ഒരു 25 ലക്ഷം രൂപ നീ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വേഷം തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു ആരുമല്ല, അപ്പോൾ 25 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ക്യാരക്ടർ കിട്ടും എന്നവൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ സ്വന്തമായിട്ട് പ്രൊഫഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് എനിക്ക് അഭിനയിച്ചാൽ മതിയല്ലോ, 25 ലക്ഷം രൂപ എനിക്ക് കൊടുത്തിട്ട് എനിക്കൊന്നും മേടിക്കാനൊന്നുമില്ല. പക്ഷേ ഇവൻ, അപ്പം ഞാനാണെങ്കിൽ ഡൗട്ട് അടിച്ച് പറഞ്ഞു, ഇവൻ പറഞ്ഞേക്കുന്ന മൊത്തം കള്ളമാണ്. ഇന്ന ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ആർട്ടിസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുമില്ല, ഒന്നുമില്ല. ഈ ഒരു കാര്യം കൊണ്ടാണ് ഇവനെ ക്യാൻവാസ് ചെയ്തത്. അപ്പം കഴിഞ്ഞ പടത്തിനകത്ത് അവൻ ആ പടത്തിനകത്ത് തന്നെ ഏകദേശം 2.5-3 കോടി രൂപയോളം ഇവൻ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ക്യാരക്ടർ കൊടുക്കാൻ നമ്മൾ 25 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം വെച്ചൊക്കെ മേടിച്ച്. അവരാരും പരാതിപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷെ നാണക്കേടാന്നില്ല. അങ്ങനെ മേടിച്ച് അവൻ ആ പടം ഉണ്ടാക്കി. അവൻ വീണ്ടും അടുത്ത എരേനെ പിടിക്കാൻ വന്നതാണ്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇനിയും അടുത്ത 3 പടത്തിലും നിന്നെ എടുക്കാന്നൊക്കെ പറഞ്ഞ് ഒരു അത്യാവശ്യം ഇനിയിപ്പോൾ അതേ പുതിയ പടമൊക്കെ ഇറക്കാനുണ്ട്. ഇത് കേൾക്കുന്ന അവനിക്ക് മനസ്സിലാവും ഇത് അവനെ തന്നെ ആണെന്ന്. ഞാൻ പേര് പറയത്തെ വേറെ ഒന്നും കൊണ്ടല്ല. അത് പേര് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാവുമെന്ന് എന്നെക്കാട്ട് നന്നായിട്ട് നിനക്കും അറിയാം. അപ്പം നീ അത് വെച്ചിട്ട് അതും നീ മുതലാക്കുന്നവനാ, അത് വേറെ സത്യം. പിന്നെ അത് എൻ്റെ ഒരു സുഹൃത്താണ് എനിക്കത് ഇന്നൊരു ഓഫറും കൊണ്ട് വന്നത്. അപ്പോൾ ആ സുഹൃത്ത് അറിയത്തില്ല, ആ സുഹൃത്തിന് പിന്നീട് മനസ്സിലായി ഇവൻ ഉടായിപ്പാലോ തോൽവിയാണ്. അപ്പോൾ ഇങ്ങനെ പടം എടുക്കുന്ന ഡയറക്ടർമാരും ഉണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് 25 ലക്ഷം രൂപ ചോദിച്ചതിനകത്തൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. അവൻ അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ച് അത് അങ്ങനെ 25 ലക്ഷം രൂപ ഞാൻ കൊടുക്കാൻ തന്നെ വെച്ചു. പക്ഷേ ഇവൻ്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 25 ലക്ഷം ഇപ്പം ഞാൻ 2 പടം കമ്മിറ്റ്, അത് കഴിഞ്ഞതിന് ശേഷമാണ് 2ാമത്തെ പടം കമ്മിറ്റ് ചെയ്തത് കേട്ടോ. അതുകൂടെ അതും പറയാണ്. 2ാമത്തെ പടം 3ാമത്തെ പടം ഞാൻ കമ്മിറ്റ് ചെയ്തു. ഇപ്പം 3 പടം നിലവിൽ റണ്ണിങ്ങിലുണ്ട്. അപ്പം ഞാൻ 25 ലക്ഷം രൂപയുടെ കാര്യം എടുത്തപ്പോൾ ഞാൻ എന്നോട് ഇത് പറഞ്ഞു, ഇത്രയും വലിയൊരു സംഭവമാണ് ഇത് ഡയറക്റ്റ്. അങ്ങനെയാണ് ഞാൻ ഇതിന് മുന്നേ ചെയ്ത പടത്തിനെ കുറിച്ച് അന്വേഷിച്ചപ്പം ഇല്ല, ഇന്ന ആൾക്കാർ ഇന്ന് പൈസ മേടിച്ചിട്ടുണ്ട്, ഇന്ന ആൾക്കാർ കൊടുക്കാറുണ്ട്, അവർ വിളിച്ചുകൊണ്ടിരിക്കുക, അവരെല്ലാം ഞാൻ ഓരോ ക്യാരക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് വേഷം തരണ്ട, കാര്യം വേഷം തരാനുള്ള ആളും എല്ലാം തന്നെ വെച്ചു. പക്ഷേ ഇവൻ പറഞ്ഞേക്കുന്ന വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടി, ആ ഡേറ്റ് വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. കാര്യം ആരാലും അതേപോലെ വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു പടത്തിനകത്ത് അഭിനയിക്കാൻ ആർക്കാലും ആഗ്രഹം കാണും. കാരണം നമ്മളതും വലിയ ബഡ്ജറ്റ് പടങ്ങളാണെന്ന് പറഞ്ഞ് തമിഴിൽ നിന്നാൾ, മലയാളത്തിൻ്റെ അത്രയ്ക്കും വലിയ സ്റ്റാറുകൾ, ഇതൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കതിനകത്ത് ഇന്നൊരു ക്യാരക്ടർ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കും, കൊള്ളാം, നമുക്ക് പൈസ കൊടുത്താലും മുതലാ, ഇത്രയും വലിയ പടം നമുക്കിപ്പോൾ എടുക്കാൻ പറ്റത്തില്ല, അത്രയും വലിയൊരു ക്യാരക്ടർ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ ചാടി വീഴും. പക്ഷെ ഞാൻ
ഈ പിന്നെ ചുമ്മാ ഒന്ന് റൗണ്ട് ഒന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവന്റെ മനസ്സിലല്ലാതെ വേറെ ആർക്കും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ പൈസ കൊടുത്ത് അഭിനയിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള റോളോ കാര്യങ്ങൾ മേടിച്ചിട്ട് പൈസ മേടിച്ചിട്ട് ആ സിനിമ കഴിയുമ്പം ആ പൈസ ഇപ്പം പ്രൊഡക്ഷനിൽ സഹായിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാടായി ആ രീതി സഹായിച്ചിട്ട് നിങ്ങൾ ഒരു വ്യക്തമായിട്ട് എഗ്രിമെന്റ് വെച്ചിട്ട് ആ പൈസ നിങ്ങൾ തിരിച്ചു മേടിച്ചോ. മുതല് ലാഭം വേണമെങ്കിൽ അഭിനയിച്ചാൽ ആഗ്രഹത്തിന് അഭിനയിച്ചോ, മുതൽ മേടിച്ചോ. ലാഭം കിട്ടുമെങ്കിൽ അവരെല്ലാം തെളിവ് സഹിതം എല്ലാം കൊടുത്തിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇതേപോലെ എനിക്ക് വലിയ ആർട്ടിസ്റ്റ് ആ പടത്തിനകത്ത് മെയിൻ വില്ലൻ ആക്കുക എന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അത്രയാകുമ്പോൾ ആരായാലും മോഹിച്ചു. അങ്ങനെ സിനിമയെ മോഹിക്കുന്ന കുറെ ആൾക്കാർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വീഴാതിരിക്കുക. മാക്സിമം നിങ്ങൾ അന്വേഷിച്ചിട്ട് വ്യക്തമായിട്ട് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ കോ പ്രൊഡ്യൂസർ ആവാവുന്ന പേരൊക്കെ വെച്ച് എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ട് വേണം ഇതിനകത്ത് ഇറങ്ങാം. പിന്നെ ആ പടത്തിന്റെ വിൽപ്പനയൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് പോകാൻ പറ്റും. അതെല്ലാം തിരിച്ചു തരത്തില്ല. ഇപ്പൊ ഞാൻ ഇപ്പോൾ ഒരു സിനിമ ഇപ്പോൾ ഓണാക്കാൻ പോവാണ്. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്തൊരു ഓഫർ പറഞ്ഞു, ഇവിടെ എന്ത് ക്യാരക്ടർ ഉള്ളതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പം അതിൻ്റെ ആവശ്യം എനിക്ക് തൽക്കാലം ഇല്ല. അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സിനിമയൊക്കെ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. അതല്ല നിങ്ങൾ കോ പ്രൊഡ്യൂസറൊക്കെ ആവുന്നെങ്കിൽ അയക്കൂ. അല്ലാതെ എനിക്ക് ആരും അറിയാതെ കുറച്ച് പൈസ തന്നിട്ട് അതിനകത്ത് വേറെ കൊടുത്ത് ഞാൻ നാളെ ഒരു സമയത്ത് ഇതും തൂക്കി പിടിച്ചോണ്ട് വരും. ഞാൻ പൈസ തന്നിട്ട് അഭിനയിച്ച് അവൻ്റെ പൈസയൊക്കെയല്ല സിനിമ എടുക്കുന്ന ആൾക്കാരെ മേടിച്ചിട്ട് പൈസ എനിക്ക് ഇപ്പം എന്നോട് കൂടി തന്നെ കോ പ്രൊഡ്യൂസർ ചെയ്യുന്ന ഞാൻ പറഞ്ഞു കോ പ്രൊഡ്യൂസ് ചെയ്തു, വ്യക്തമായ എഗ്രിമെന്റ് വെച്ച് കോ പ്രൊഡ്യൂസ് ചെയ്തു, അതിനകത്ത് പേരും വരും. അല്ലാതെ എനിക്ക് ഇനി അഭിനയിക്കുന്നതിനായിട്ട് പൈസ തരുന്നത് ഞാൻ വാങ്ങത്തില്ല, ഞാൻ അതിൻ്റെ ആളല്ലെന്നും പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ പറയുന്നത് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും നോക്കി ചെയ്യാം. അടുത്ത വിഷയമായിട്ട് പോരാ.